മലയാള സിനിമയിൽ നിരവധി അഭിനയ പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് ആലോചിക്കണം. പക്ഷേ അവർക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട് അവർക്ക് ലഭിച്ചില്ല? അത് മലയാളി ആയതുകൊണ്ടാണോ, മലയാള സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണോ? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അംഗീകാരം, അർഹതയ്ക്ക് അംഗീകാരം കിട്ടാം, അർഹതയില്ലാത്തൊരു അംഗീകാരം കിട്ടാം. ഈ രണ്ട് തരത്തിലുള്ള അംഗീകാരങ്ങൾ പലരും വാങ്ങുന്നതും കൊടുക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. വിമർശിക്കാം, വിമർശിക്കാതിരിക്കാം. പക്ഷെ ചിലരുടെ കാര്യത്തിൽ, ചില നല്ല നടന്മാരുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ, ലോക സിനിമകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ മറ്റ് നടന്മാരുടെ അഭിനയം കാണുമ്പോൾ, നമ്മുടെ നടന്മാരുടെ അഭിനയം കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ എവിടെ എത്തേണ്ടവരാണ്? നമ്മൾ കാണുന്ന വിദേശ നടന്മാരെക്കാൾ അപാരമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള മമ്മൂട്ടിയായാലും മോഹൻലാൽ ആയാലും അടക്കമുള്ള നടന്മാർ ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിയാണെങ്കിൽ വെറൈറ്റി റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ മോഹൻലാലാണെങ്കിൽ സംവിധാനത്തിലൂടെ വെറൈറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ്. സിനിമ തന്നെ, സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നടൻ കൂടിയാണെന്ന് ആലോചിക്കണം. അപ്പം ഇവരുടെ അഭിനയ പ്രതിഭ നമ്മൾ കാണുമ്പോൾ ഇവർക്ക് എന്താ ഇവിടെ തന്നെ, അതായത് ഇവിടെ തന്നെ എങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇവർക്ക് വന്നിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഇവർ മറ്റു ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മറ്റു ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാവുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മലയാള സിനിമയിൽ തന്നെയാണ്. ഇതിങ്ങനെ പറയാൻ കാരണമുണ്ട്. ഞാൻ ഈയിടെയായിട്ട് ശരിക്കും ഈ മോഹൻലാലിൻ്റെ സിനിമകൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കേണ്ട ആളായിരുന്നു, ഇതിവിടെ നിൽക്കേണ്ട ഒരാളല്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു. കാരണം നമുക്കൊരു കാര്യം ആലോചിക്കേണ്ടത്, ആദ്യത്തെ സിനിമ എന്നാൽ തിരനോട്ടമാണല്ലോ മോഹൻലാൽ നായനായ ആദ്യത്തെ ഒരു സിനിമ. അതിലെ കുട്ടപ്പൻ എന്നുള്ള കഥാപാത്രം മുതൽ പിന്നീട് ബ്ലസ്സി ചെയ്ത ഭ്രമരം എന്നുള്ള സിനിമയുണ്ട്. ഞാൻ ഈ കമ്പയർ ചെയ്യുന്നത് തന്നെയാണത്. അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് പേരില്ല എന്നാലോചിക്കണം. കഥാപാത്രത്തിന് പേരില്ലെങ്കിലും ആ കഥാപാത്രത്തിൻ്റെ സഞ്ചാര വഴികൾ, അഭിനയത്തിൻ്റെ വഴികൾ വളരെ വ്യത്യസ്തം തന്നെയായിരുന്നു അല്ലേ. അങ്ങനെ നിരവധി സിനിമകളുണ്ട്, നിരവധി അവാർഡുകളുണ്ട്. കേന്ദ്ര സംസ്ഥാന അവാർഡുകളും നിരവധി പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നെ ഇപ്പോഴും, അതായത് മനസ്സിനെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം, ഒരു സിനിമ എന്നുള്ള വാനപ്രസ്ഥമാണെന്ന് ആലോചിക്കണം. വാനപ്രസ്ഥം ഒരു നല്ല സിനിമയാണത്. ആര് കുറ്റം പറഞ്ഞാലും ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല, ആ സിനിമയ്ക്ക് വേണ്ടി നിർമ്മാതാവിൻ്റെ കൂടി വേഷം കെട്ടേണ്ടി വന്ന, പണം ചെലവഴിക്കേണ്ടി വന്ന ഒരു നടനാണ് മോഹൻലാൽ എന്നാലോചിക്കണം. ആ സിനിമയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്, പിന്നീട് വായിച്ചതെന്ന് ആലോചിക്കണം. വളരെ പ്രതീക്ഷയോടെയാണ് ആ സിനിമ കാൻ ഫെസ്റ്റിവലിലേക്ക് പോയതെന്ന് ആലോചിക്കണം. ആ കാൻ ഫെസ്റ്റിവലിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദേശിയായവരടക്കമുള്ളവർ, അതായത് വളരെ ആകാംക്ഷയോടെ ഇരുന്ന സിനിമ കണ്ടു, ആസ്വദിച്ചു എന്നുള്ളതാണത്. അത് കഴിഞ്ഞ് അഭിനന്ദനങ്ങൾ കൊണ്ടാണ് ലാലിനെയും ഷാജി കരുണേനെയും ഒക്കെ മൂടിയത്. അതിനിടയിൽ ആ ഫ്രഞ്ചിലെ ഏറ്റവും വലിയ നിരൂപകൻ, അയാൾ പറയുക മാത്രമല്ല എഴുതുകയും കൂടി ചെയ്തു. അതാണ് നമ്മളെ ഞെട്ടിച്ചതെന്ന് ആലോചിക്കണം. മോഹൻലാലിൻ്റെ അഭിനയം അപാരമാണ്, അത് വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല. പക്ഷേ മോഹൻലാലിന് ഈ പടത്തിലെ അഭിനയത്തിന് ഓസ്കാർ കിട്ടും ഉറപ്പ്. പക്ഷെ എന്തു ചെയ്യാം, അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളിലോ ജനിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലാലിന് ഈ സിനിമയിലെ അഭിനയത്തിന് ഓസ്കാർ അവാർഡ് ലഭിക്കുമായിരുന്നു എന്നാണ് ആ നിരൂപകൻ പറഞ്ഞതെന്ന് ആലോചിക്കണം. മലയാളി ആയതുകൊണ്ട്, മലയാള സിനിമയിലായതുകൊണ്ട്, വാനപ്രസ്ഥം ഒരു മലയാളം സിനിമയായതുകൊണ്ടാണ് ഇത്തരം അവാർഡുകൾ ലഭിക്കാതെ പോയത് എന്ന് ആ പ്രശസ്തനായ ഫ്രഞ്ച് നിരൂപകൻ പറഞ്ഞപ്പോൾ ചിലർ അയാൾക്ക് എന്തും പറയാലോ എന്ന് പരിഹരിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അടിവരയിട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പിന്നീടൊരിക്കൽ
ലാലുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. ലാലേ, വാനപ്രസ്ഥത്തിലെ നിങ്ങളുടെ അഭിനയത്തിന് ആ ഫ്രഞ്ച് നിരൂപകൻ നിങ്ങൾക്ക് ഓസ്കാർ കിട്ടാതിരിക്കാൻ കാരണം നിങ്ങൾ മലയാളിയായതുകൊണ്ടും മലയാള സിനിമ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ലാല് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അത് ആസ്വദിച്ചു എന്നുള്ളതാണ്. ആസ്വദിക്കുക മാത്രമല്ല, എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ ഒന്നായി ഞാനതിനെ കരുതുന്നു. കാരണം ആ സിനിമയിലെ അഭിനയത്തിന് ഇത്രയും വലിയൊരു നിരൂപകനാണ് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത്. അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് കിട്ടിയ മറ്റ് വിലപ്പെട്ട അവാർഡുകളുടെ കൂട്ടത്തിൽ ഈ അഭിപ്രായവും ഞാൻ സൂക്ഷിക്കുന്നു എന്നുള്ളതെന്നാണ് ലാല് പറഞ്ഞത്. അത് ശരിയാണ്. അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ വല്ലപ്പോഴും വീണ് കിട്ടുന്നതാണെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ നമ്മുടെ മിടുമിടുക്കന്മാരായവരുണ്ടെന്ന് ആലോചിക്കണം. ആ വ്യക്തി ജീവിതത്തിലേക്കല്ല പോകുന്നവരുണ്ട്, അവരുടെ അഭിനയ പ്രതിഭയുടെ കാര്യത്തിലാണെന്ന് ആലോചിക്കണം. അങ്ങനെ പലരും നമ്മൾ വിചാരിക്കുമല്ലോ, ഇന്ന സിനിമയ്ക്ക് ഓസ്കാറിൻ്റെ പടിവാതിൽ വരെ എത്തിയ കുറേ സിനിമകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ പടിവാതിലെത്തി നമ്മുടെ എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിരുമ്പോൾ ദാ കിടക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ? അതങ്ങനെ തട്ടിയിട്ടതാണത്. കാരണം അത് മലയാള സിനിമയല്ലേ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല അവാർഡുകളും നമുക്ക് ലഭിക്കാതിരുന്നത്. മോഹൻലാലിൻ്റെ സിനിമകൾ നിരൂപണം ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചിന്താഗതി, ഒപ്പം ഈ ഫ്രഞ്ച് നിരൂപകൻ്റെ അഭിപ്രായം ഇന്നും സത്യമാണ്, ഇന്നും വിലപ്പെട്ടതാണ്. കാരണം ലാലിൻ്റെ ഇന്നുമുള്ള സിനിമകളിൽ അങ്ങനെ തന്നെയാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റി ഇന്നേ വരെ ലാൽ കുറച്ചിട്ടില്ല എന്നാലോചിക്കണം. എന്താ ലാലിനെ മാത്രം ഇങ്ങനെ പറയുന്നത്, മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നില്ലേ? ഞാനിപ്പോൾ ഇത് ലാലിൻ്റെ കാര്യം പറയാൻ പറഞ്ഞാൽ ലാലിൻ്റെ സിനിമയെക്കുറിച്ച് സംസാരം വന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ പറയുമ്പോൾ മമ്മൂട്ടിയെ മോശക്കാരെന്നുള്ളതല്ല. മമ്മൂട്ടിയെക്കുറിച്ച്, മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ചൊക്കെ വിദേശ നിരൂപർ വേറെയും മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മതിൽ അഭിനയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതില്ല എന്നുള്ളതല്ല. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുണ്ടായ സാഹചര്യം ഇന്നതാണ്. ഇത്രയും പ്രഗത്ഭനായ ഒരു നടൻ മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളതും, ഇപ്പോൾ മമ്മൂട്ടി ആയാലും ഇനി മോഹൻലാലായാലും അതിന് മറ്റേതെങ്കിലും നടനായാലും നിങ്ങൾ എത്ര വലിയ അഭിനയം കാഴ്ചവെച്ചാലും നിങ്ങൾക്ക് ഓസ്കാർ ലഭിക്കില്ല. അതിൻ്റെ കാരണം ഈ ഫ്രഞ്ച് നിരൂപകൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ ദേശീയ അവാർഡുകൾ നമ്മൾ പലപ്പോഴും ആലോചിക്കും. ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ മമ്മൂട്ടിക്ക് തന്നെ എത്രയോ പ്രാവശ്യം അർഹതപ്പെട്ട പല പടത്തിനും അവാർഡ് ലഭിക്കുമെന്ന് വിചാരിച്ചതാണ്. അപ്പം അതിലെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ശരീര സൗന്ദര്യം പറഞ്ഞുകൊണ്ട്, ഭാഷ പറഞ്ഞുകൊണ്ട്, വേഷവിധാനം പറഞ്ഞുകൊണ്ടൊക്കെ തെറ്റിച്ച് കളഞ്ഞില്ലേ എത്രയോ നല്ല സിനിമകൾ. ലാലിനെ സംബന്ധിച്ചും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഇങ്ങനെ പലരെ സംബന്ധിച്ചും ഏതാനും ജഡ്ജസ് ഇരുന്നു കൊണ്ട് തീരുമാനിക്കുന്ന ഒരു വിധിയുണ്ട്. ആ വിധിക്ക് അടിമപ്പെട്ടു പോകേണ്ട ഒരു ഗതികേടിലാണ് പ്രഗത്ഭരായ നടന്മാരും മറ്റു സാങ്കേതിക വിദഗ്ധരും എന്നാലോചിക്കണം. അത് വിട്ട് രാഷ്ട്രീയം, ജാതി, മതം, സംസ്ഥാനം വിട്ട് നിങ്ങൾ അഭിനയം, സിനിമ മാത്രം ഉൾക്കൊള്ളുക, അതിന് രാഷ്ട്രീയം കലർത്താതിരിക്കുക. അങ്ങനെ വരുമ്പോൾ വളരെ നീതിപൂർവമായ വിലയിരുത്തൽ നടത്താൻ കഴിയും. എന്തായാലും നമ്മൾ നമ്മുടെ സ്വപ്നം കാണൽ ഉപേക്ഷിക്കുന്നില്ല. എന്നെങ്കിലും വരും കാലങ്ങളിലെങ്കിലും ഈ ജർമ്മൻ നിരൂപകൻ്റെ അഭിപ്രായം തിരുത്തിക്കൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് എന്നെങ്കിലും ഒരു ഓസ്കാർ ലഭിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, അല്ലേ?